വിളിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. മകളെ, ദൈവത്തിന് വലിയ കരുണയല്ല നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നെങ്കിൽ എത്ര വലിയ ദുരന്തമാണ് കടന്നുപോയെന്ന് ഓർത്തെ. ആ പെയ്തു വന്ന മഴ 2 ദിവസം കൂടെ അതുപോലെ പെയ്തിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇന്നുണ്ടാവില്ല. കർത്താവിനറിയാം when to start the rain and when to stop the rain. എപ്പോഴാണ് മഴ തുടങ്ങേണ്ടത്, എപ്പോഴാണ് മഴ അവസാനിപ്പിക്കേണ്ടതെന്ന് നിന്റെ ദൈവത്തിനറിയാം. വിശ്വസിക്കുന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. അവളെ നിന്റെ ദൈവം അറിയാതെ, നിന്റെ കർത്താവ് അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. വിശ്വസിക്കുന്നതിന് മാത്രം ഹല്ലേലൂയ പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കണം മക്കളെ. നിങ്ങൾ ഈ സാക്ഷ്യം പറയുന്ന മക്കളൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് ഉറപ്പായിരുന്നു, എനിക്കറിയാമായിരുന്നു കർത്താവ് ഇടപെടുമെന്ന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്കറിയാമായിരുന്നു. ബി ഷുവർ ദാറ്റ് ഗോഡ് വിൽ ബ്ലെസ് മീ. ബി ഷുവർ, ഉറപ്പാണ് കർത്താവിനെ അനുഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തിനും ഉറപ്പാണ്. നിങ്ങൾ ഇന്ന് ഈ ആലയത്തിൽ കഷ്ടപ്പെട്ട് ത്യാഗം, ബസ്സൊന്നും ഇല്ല, ബസ്സെല്ലാം എന്ത് കയറ്റിയിട്ടിരിക്കുന്നുണ്ടോ? ബസ്സുകളൊന്നും ഓടുന്നില്ലെന്ന്. കുറച്ച് ബസ്സുകൾ എവിടെയൊക്കെ ഓടുന്നുണ്ട്, ബാക്കി ബസ്സുകൾ എന്തേ കിടപ്പുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷെ നിനക്ക് സഞ്ചരിക്കാൻ കർത്താവ് ഒരു വാഹനം ഒരുക്കി തന്നു. ഹല്ലേലൂയ. നിനക്ക് ഇവിടെ വരുന്നതിനുള്ള തടസ്സം നിന്റെ ദൈവം മാറ്റി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിനക്ക് തോന്നി ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല, അല്ലെന്ന്. നിന്റെ ദൈവത്തിന് നിനക്ക് കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. നിന്റെ ദൈവത്തിന് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഹല്ലേലൂയ. God so loved the world. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിച്ചു പോയതല്ലേ. സത്യമായിട്ട് അച്ഛൻ ചുമ്മാ ഒരു തോന്നൽ പറയുവാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കല്ലേ. നീ ഇന്നിവിടെ ഈ ആലയത്തിലേക്ക് എന്നെങ്കിലും ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരിക്കുക, കർത്താവ് നിന്നെ അത്രമാത്രം പരിഗണിച്ചിരിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു പരിഗണനയും ദൈവത്തിന്റെ ഒരു പരിപാലനയില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാശത്തിനല്ല, ക്ഷേമത്തിന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. 7-ാം വാക്യം. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി. പറഞ്ഞല്ലോ, ഒരു കാര്യം ചങ്കിൽ നിന്ന് പറയുമ്പോൾ അല്ലെ സത്യമായിട്ടൊന്ന് നമ്മൾ പറയാറില്ലേ? സത്യമായിട്ടും അതെ. എപ്പോഴാ ചങ്കിൽ നിന്നാണ് ആ തിരി കത്തുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മക്ക സത്യമായിട്ടും ഈശോ പറയുക, സത്യം സത്യമായിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈശോ അങ്ങനെ പറയുന്നത് എന്തിനാണോ നമ്മുടെ മുമ്പിൽ ഈശോ ആണയിടുന്നത്? ദൈവം നമ്മുടെ മനുഷ്യൻ്റെ മുമ്പിൽ ആണയിട്ടൊക്കെ പറയുമ്പോൾ കുറച്ച് ആഴങ്ങളിലേക്ക് അത് കടന്നു പോകണമെന്ന് ഈശോ ആഗ്രഹിക്കുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. നിനക്കൊരു രക്ഷയിലേക്ക് പ്രവേശിക്കണോ, നിനക്കൊരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കണോ, ക്രിസ്തുവിനെ കൂടാതെ, എന്നെ കുറച്ച് മുമ്പ് അല്ല തുടർന്ന് 15-ാം അധ്യായത്തിൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊരു ശക്തമാണെന്ന് നോക്കിയ വാക്കുകൾ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനാണ് ആടുകളുടെ വാതിൽ. ദൈവങ്ങളെ, ക്രിസ്തുവിലൂടെ പ്രവേശിക്കണം. ക്രിസ്തുവിനോടൊപ്പമായിരിക്കണം നമ്മുടെ യാത്രകൾ. ഉണരുമ്പോൾ ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് ഉണരണം. ഉറങ്ങാൻ പോകുമ്പോൾ ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് ഉറങ്ങാൻ പോകണം. ജീവിതത്തിൽ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ US-ൽ 25 കൊല്ലമായിട്ട് അവിടെ പോകാൻ തുടങ്ങി. 2001-ലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. ഇത് 2026, 25 വർഷമായി. സത്യത്തിൽ ഞാൻ അവരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഞാൻ ആദ്യം നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ കൊച്ചു വാടക വീട്ടിൽ താമസിച്ചവരായിരുന്നു. നിങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് എന്നാണ് പറയണത്. ചെറിയ അപ്പാർട്ട്മെൻറ്റ്. ഗാന്ധി നഗർ എന്നൊക്കെ ചില സ്ഥലത്തിൻ്റെ പേരിട്ട്, കാരണം എല്ലാ ഇന്ത്യക്കാരവിടെ താമസിക്കുന്നത്. കളിയാക്കി പേരിട്ടതാണ് ഗാന്ധി നഗർ.
അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഒരു സ്ഥലത്തിന് അവരിട്ടെന്ന് പേര് ഗാന്ധി നഗർ. ഇന്ന് ഗാന്ധി നഗറിൽ ഇന്ത്യക്കാരില്ല മക്കളെ. വാടക വീട്ടിൽ താമസിക്കാൻ മലയാളിയെ ദൈവം അനുവദിച്ചിട്ടില്ല. എനിക്കറിയാം അനേകം മക്കൾ അമേരിക്കയിൽ ഇന്ന് ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് 2 നല്ല വീടുകൾ വെച്ചു. 2 നല്ല വീട്, മാൻഷൻ, കൊട്ടാരങ്ങൾ പണിത് മക്കളെ. നമ്മുടെ മക്കള് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ചെന്നപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജീവിച്ചു. 25 കൊല്ലം മുമ്പ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കണ്ട മനുഷ്യർ കടയിൽ പോയി ഇന്ന് കച്ചവടം സാധനം എടുത്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസ, നല്ലൊരു ജോലി ഇല്ലാതിരുന്നവർ. ഞാൻ 25 കൊല്ലങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ അവരുടെ മക്കളൊക്കെ ഉന്നത ഉദ്യോഗങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നൊരു കൂരപ്പരയില്ലാന്നവർക്ക് ഇന്ന് 3-4 വീടുകളായി തീർന്നിരിക്കുക. ഹല്ലേലൂയ. ഞാനാണ് വാതിൽ. ഞാനൊരു രഹസ്യം കൂടെ പറയട്ടെ. ഈ വീടുകളിലൊക്കെ ചെന്നപ്പോൾ ഞാൻ കണ്ട മറ്റൊരു കാഴ്ച പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കില്ല. 7 മണി 8 മണി സമയത്ത് തിരി കത്തിച്ച് വെച്ച് തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര്. ഞാൻ ചുമ്മാ പറയുന്നില്ല, എക്സാജറേറ്റ് ചെയ്യുന്ന നല്ലത്. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ നിലത്ത് വീണ് ചെതറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ മുന്നോട്ട് ചുവട് വയ്ക്കണമെന്നറിയില്ല, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയില്ല. പലതരത്തിലുള്ള പ്രതിസന്ധികൾ, കടബാധ്യതകൾ, കഷ്ടപ്പാടുകൾ, ഈ കണ്ണീർ തുള്ളി നിലത്ത് വീണ് ചെതറുന്ന കാഴ്ച 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ച എന്തെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. മലയാളി വാങ്ങിക്കുന്ന വാഹനം 2 കോടി രൂപയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡ്രൈവർ ഇല്ലാത്ത വണ്ടി, ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന വണ്ടി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു. ഞാൻ ആ വണ്ടിക്കകത്ത് കയറി. ഡ്രൈവർ വേണ്ട, ഈ വണ്ടി ഓടിപ്പോയി നിന്നുള്ളൂ. ദൈവമക്കളെ, ഒരു മലയാളിയുടെ വണ്ടിയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വണ്ടിയുടെ വില 2 കോടി രൂപയാണ്. ഒരു 25 കൊല്ലം മുമ്പ് 2 രൂപ എടുക്കാൻ കയ്യിലില്ലാതിരുന്നവൻ 2 കോടി രൂപയുടെ വണ്ടി ഓടിച്ചു നടക്കുക. എന്നോട് ആരോ പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കച്ച, $20 കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് അമേരിക്കയിലെത്തിയതാണ് ഞാൻ. $20 കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യരാണ്. അവര് ദൈവത്തെ അറിയുന്നത് ഞാൻ കണ്ടു മക്കളെ. അവര് ദൈവത്തെ വിളിച്ചത് ഞാൻ അറിയുന്നു. ദൈവത്തെ, ഞാനാണ് വാതിൽ, ക്രിസ്തുവിലൂടെ അല്ലാതെ നിനക്ക് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. ഹല്ലേലൂയ, 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 ചതിബ്ര ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുണി അലക്കിക്കൊണ്ടിരുന്നവന്റെ മക്കള്, അല്ലെങ്കിൽ ചെറിയ കടകളിൽ പോയി നിന്നുകൊണ്ട് സാധനം എടുത്തുകൊണ്ട് മക്കള് ഇന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അറ്റോർണിമാരുമായ കാഴ്ചകളും. അതായത് അമേരിക്കയിലെ ഉന്നത വിഭാഗത്തിലേക്ക് നമ്മുടെ മലയാളി മക്കൾ ഉയരുന്നൊരു കാഴ്ചയും ഞാൻ ഈ തവണ കണ്ടു. ഹല്ലേലൂയ. സത്യമായിട്ട് പറയുക, ഞാൻ കൂട്ടി പറയാമെന്നൊന്നും വിചാരിക്കില്ല. ഞാൻ ഈ പറയുന്ന ഇവർ കേൾക്കുന്നുണ്ട്. ഇപ്പോഴേ വൈകുന്നേരം കടയുടെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന വേസ്റ്റ് കൊണ്ടുവന്ന് കഴിച്ച അമേരിക്കൻ കുടുംബങ്ങളെ അച്ഛനറിയാം. വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കല്ല. ഈ എന്നാ ബേക്കറികളിലും ചായക്കടകളിലും ഉണ്ടാക്കിയ ഭക്ഷണം രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ അത് വിൽക്കാൻ പറ്റത്തില്ല. നിയമമാണ്, അമേരിക്കൻ നിയമമാണ്. അത് നശിപ്പിച്ച് കളയണമെന്നാണ് നിയമം. അത് പിറക്കിക്കൊണ്ടുപോയി മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്ത ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ. ഞാൻ 25 വർഷം മുമ്പ് ഒരു വീട്ടിലിരിക്കുമ്പോൾ ഒരു കുടുംബനാഥൻ വൈകുന്നേരം വീട്ടിൽ കയറി വരുന്നത് ഒരു പാക്കറ്റ് പഴയ സാൻഡ്വിച്ചും ഒക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുക. അവൻ്റെ കടയിൽ വലിച്ചെറിഞ്ഞ് ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ മൂത്ത മകൻ ഒരു അവിടുത്തെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്തിരിക്കുക. എനിക്ക് അത്ഭുതം തോന്നി മക്കളെ. കഷ്ടപ്പെട്ടവര്, പക്ഷേ കണ്ണീരുണ്ടായിരുന്നവർക്ക്. അവരുടെ വീടുകളിൽ മെഴുകുതിരികളുണ്ടായിരുന്നു കത്തിച്ചു വെക്കാൻ. അവർ നാട്ടിൽ നിന്ന് പോയപ്പോൾ കുറച്ച് മെഴുകുതിരി ഞാൻ കണ്ടു. ഇവിടുത്തെ തിരികൾ, ഈ വെഞ്ചരിച്ച തിരികൾ, ഇവിടുന്ന് വാങ്ങിച്ചിട്ട് വന്ന വെഞ്ചരിച്ച തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഞാൻ അമേരിക്ക കണ്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തുവിലൂടെ പ്രവേശിക്കുന്നവൻ അവൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. ക്രിസ്തുവിലൂടെ പ്രവേശിക്കുന്നവൻ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കും. ക്രിസ്തുവിലൂടെ പ്രവേശിക്കുന്നവൻ അവൻ കൃപയിലേക്ക് പ്രവേശിക്കും. അബ്രാനോടൊപ്പം യാത്ര ചെയ്ത് നിങ്ങൾ തോറ്റുപോകില്ല. ഈശോടെ നമുക്ക് വെല്ലുവിളിച്ചത് പറയുന്നത്, നിങ്ങൾ ഈശോടൊപ്പം നടന്നു. നിങ്ങളുടെ ചൊവ്വാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടങ്ങളല്ല. നിങ്ങളുടെ ചൊവ്വാഴ്ചകൾ നിങ്ങൾക്ക് അഭിഷേകങ്ങളായി മാറുക. നിങ്ങളുടെ ചൊവ്വാഴ്ചകൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളായി മാറുക. 15 നോയമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകല്ലേ. നിന്റെ ശരീരത്തിൽ രോഗപീഠ വിട്ടുപോകുന്ന 15 ദിവസങ്ങളായിട്ട് ഇത് മാറുക.
നിന്റെ ശരീരത്തിൽ നിന്ന് രോഗപീഠ വിട്ടുപോകുന്ന 15 ദിവസങ്ങള്, നിന്റെ കുടുംബത്തിൽ നിന്ന് ശാപങ്ങൾ വിട്ടുപോകുന്ന 15 ദിവസങ്ങള്, നിന്റെ ജീവിതത്തിൽ നിന്ന് ദുരന്തങ്ങൾ വിട്ടുപോകുന്ന 15 ദിവസങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളൊക്കെ വായിച്ച് വിശ്വസിക്കണം മക്കളെ. ദൈവത്തിൽ ആനന്ദിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. നിന്റെ ദൈവം ഒന്നിനും കുറവില്ലാത്തവൻ. ഹല്ലേലൂയ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം ഒരുപാട് പേര് നമ്മളെ കൊണ്ടു നടക്കാൻ ശ്രമിച്ചില്ലായിരുന്നു. അവർ കൊണ്ടുപോയതൊക്കെ നാശത്തിലേക്കായിരുന്നു. അവർ കൊണ്ടുപോയത് മുഴുവൻ തകർച്ചയിലേക്കായിരുന്നു. ദൈവങ്ങളെ, എന്താ നമുക്ക് ലോകത്തിൽ തകർച്ചയിലേക്ക് പോയ അനേകം മനുഷ്യർ, ദൈവത്തെ ഉപേക്ഷിച്ച് പോയ മനുഷ്യരെ ഞാൻ കണ്ടു മക്കൾ. അവരെ പറ്റി ഞാൻ കേട്ടു അവിടെ പോയപ്പോഴാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ക്രിസ്തുവായി ഇത് പറഞ്ഞത്. ദൈവമക്കൾ, ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച പറയട്ടെ. ഈശോയിൽ നിന്ന് അല്പം അകലുമ്പോൾ വലിയ തകർച്ചകളിലേക്ക് പോയ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ. ഈശോയിൽ നിന്ന് അല്പം അകലുമ്പോൾ, കാരണം കർത്താവിൽ നിന്ന് അകന്നു കഴിഞ്ഞു, അവൻ ലോകത്തിന്റെ വഴികളിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ ബിസിനസ്സിൽ, അവന്റെ വരുമാന മാർഗങ്ങളിലൊക്കെ തകർച്ചകൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിന്റെ സ്വരം കേൾക്കാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഹല്ലേലൂയ. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും, he can go in and go out. അവൻ ഇടയ്ക്കിടയ്ക്ക് അവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊക്കെ പറയുന്നില്ലേ, അവൻ്റെ പുതിയ ദൈവാനുഭവത്തിലേക്ക് വരികയും ആ ദൈവാനുഭവത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഞാൻ കണ്ടുമുട്ടിയ മറ്റൊരു മനുഷ്യൻ, അയാൾ എന്നൊരു പുതിയ കാര്യം പഠിപ്പിച്ചു തന്നു. ജീവിതത്തിൽ വല്ലാത്ത നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യനോട് വായിച്ചാൽ ബൈബിളിലൊരു വാക്യമില്ലേ, സ്വർണ്ണമുലയിലെന്ന പോലെ, സ്വർണ്ണമുലയിലെന്ന പോലെ കർത്താവ് നമ്മളെ ഉരുക്കിയെടുക്കുന്ന. ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു, വെച്ചാൽ സ്വർണ്ണം ഉരുക്കുന്ന വെച്ചാൽ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇയാൾ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. സ്വർണം ഇങ്ങനെ തട്ടാനിങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റിലെത്തിക്കഴിയുമ്പോൾ തട്ടാൻ്റെ മുഖം ഈ സ്വർണത്തിൽ തെളിയും. അതാണ് സ്വർണം ശുദ്ധമാകുന്ന സമയം. അത് കൂടുതൽ ഉരുക്കിയാൽ അത് ഇറ്റ് താഴേക്ക് വീഴും. അത് കൂടുതൽ ഉരുക്കി കഴിഞ്ഞാൽ അത് താഴേക്ക് ഇറ്റ് വീഴും. എപ്പോൾ തട്ടാൻ്റെ മുഖം ഈ സ്വർണത്തിൽ തെളിയുന്നുവോ അപ്പോഴാണ് ആ സ്വർണത്തിന് ആവശ്യമായ ചൂട് കിട്ടി അത് നല്ല സ്വർണമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. നിന്റെ സഹനങ്ങളിൽ എപ്പോൾ ക്രിസ്തുവിന്റെ മുഖം തെളിയുന്നുവോ ആ സമയത്ത് നിന്റെ സഹനങ്ങൾ നിലയ്ക്കും പൈതലേ. Until the face of Jesus is reflected in your pain. ജീവിതത്തിൽ വല്ലാത്ത സഹനങ്ങളിലൂടെ, ദുരന്തത്തിലൂടെ, അപമാനത്തിലൂടെ, തകർച്ചകളിലൂടെ കടന്നുപോയിട്ടും ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ്, ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചോദിച്ചു, വൈ ഗാഡ്, എന്തുകൊണ്ട് ദൈവമേ? അങ്ങേ പ്രതിന് ഭാര്യ പറയുന്നുണ്ടായിരുന്നു, അച്ഛാ ഞാനൊരിക്കലും ചോദിച്ചില്ല അച്ഛാ, എനിക്കറിയാമായിരുന്നു ഇങ്ങനൊരു ദിവസം വരുമെന്ന്. എനിക്കറിയാമായിരുന്നു ഇങ്ങനൊരു ദിവസം വരുമെന്ന്. ഈ തകർച്ചകളും ദുരന്തങ്ങൾക്കും അപ്പുറത്ത് ഒരു അനുഗ്രഹത്തിന്റെ ഒരു കാലമുണ്ടെന്ന്. ഇലകൊഴിയും കാലങ്ങൾക്കപ്പുറത്ത് ഇതാ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാലമുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് നിങ്ങൾക്ക് ഇത്രേ അറിയത്തുള്ളൂ മക്കളെ. ദുരന്തമെന്നേ നമുക്ക് അറിയത്തുള്ളൂ, അനുഗ്രഹമെന്ന് നമുക്ക് അറിയത്തില്ല, തകർച്ചയെന്നേ നമുക്ക് അറിയത്തുള്ളൂ, അഭിഷേകമെന്ന് നമുക്ക് അറിയത്തില്ല, ശാപമെന്നേ നമുക്ക് അറിയത്തുള്ളൂ, അനുഗ്രഹമെന്ന് നമുക്ക് അറിയത്തില്ല, മരണമെന്നേ നമുക്ക് അറിയത്തുള്ളൂ, ജീവനെന്ന് നമുക്ക് അറിയത്തില്ല. എനിക്കറിയായിരുന്നു ഇങ്ങനൊരു ദിവസം വരുമെന്ന്. കണ്ണീരോടെ ഒരു കാവൽ മാലാഖയെ പോലെ ജീവിതത്തിൻ്റെ ദുരന്തത്തിന് മുഴുവൻ കാവൽ നിന്ന് ആ പെണ്ണ് പറയുകയായിരുന്നു, എനിക്കറിയാമായിരുന്നു അച്ഛോ ഇങ്ങനത്തെ ഒരു ദിവസം വരുമെന്ന്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസം നിന്റെ ജീവിതത്തിൽ വരാൻ പോവാന്ന്, ഒരു കൃപയുടെ ദിവസം നിന്റെ ജീവിതത്തിൽ വരാൻ പോവാന്ന്, ഒരു അഭിഷേകത്തിന്റെ ദിവസം നിന്റെ ജീവിതത്തിൽ വരാൻ പോവാന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുവൻ. അവൻ അകത്തു വരികയും പുറത്തു. He will come in and come out, come in and go out. നോക്കിയ മക്കളെ, നീ ഒരു പ്രതിസന്ധി നിന്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടെങ്കിൽ നീ അകത്തോട്ട് പോയാൽ നീ പുറത്തോട്ടും വരും.
ഉറപ്പിച്ചോണം. നീ ഒരു കെണിയിൽപ്പെട്ടെങ്കിൽ ആ കെണിയിൽ നിന്ന് നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. നീ ഇന്നൊരു പ്രതിസന്ധിയിലാണെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്നെ പിടിപ്പിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നീ ഒരു രോഗിയാണെങ്കിൽ ആരോഗ്യമുള്ളവനാക്കി നിന്നെ മാറ്റാൻ നിന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് നീ ഒരു കടക്കണിയിലാണെങ്കിൽ നിന്നെ ഒരു സമ്പന്നനാക്കി മാറ്റുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് നീ അപമാനിതനാണെങ്കിൽ മറ്റുള്ളവർ നിന്നെ ബഹുമാനത്തോടെ നോക്കുന്ന ഒരു ദിവസത്തിലേക്ക് നീ എത്തിച്ചേരുമെന്ന് അറിയാവുന്നവര് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ അകത്ത് വരികയും പുറത്ത് പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ഈ മേച്ചിൽ സ്ഥലം എന്നാണെന്നറിയാമോ? ദൈവവചനമാ, ദൈവവചനമാ. നിന്നെ ഞാൻ പറയും, നിന്നെ ഉന്മാദത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കൊണ്ടുപോകും. നിന്നെ സമൃദ്ധിയിലേക്ക് ദൈവത്തിൻ്റെ വചനം. ഈ മേച്ചിൽ ഇപ്പോൾ പച്ച 23-ാം സങ്കീർത്തനമുണ്ട്. അവിടെ നിന്നെ പച്ച പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നു, സ്വച്ഛമായ ജലാശയത്തിലേക്ക്. ഇതിനർത്ഥം എന്താ പറയുക? ഈ വചനം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ തളർന്നു പോകുന്നത്. വചനം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്. ദൈവവചനം എടുത്ത് വായിച്ചോടാ കൂട്ടാ. ഇന്ന് നേരത്തെ ആ മകൻ വന്നിട്ട് പറഞ്ഞില്ലേ, ജീവിതത്തിൽ കുറച്ച് വചനം നമ്മുടെ കയ്യിൽ വേണം മക്കളെ, ജീവിക്കാൻ അല്ലേ, ജീവിക്കാൻ. വിദേശത്ത് പോയപ്പം പിതാവിനിക്ക് $1 തന്നു കൊണ്ടുപോകാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വല്ലതും വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് $1 തന്നു വിട്ടു. കയ്യിലെന്തേലും വേണമെന്നേ ചായ കുടിക്കാൻ കയ്യിലെന്തെങ്കിലും വേണം. അതിൻ്റെ പേരാ വചനം. നീ തളർന്നു പോകാതിരിക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഡയറിയൊക്കെ വേണം കയ്യിൽ. അതിനകത്തൊരു 10 വചനം എഴുതി വെച്ചേക്കണം. ഒരു 10 വചനം എഴുതി നിങ്ങളുടെ പോക്കറ്റിൽ എപ്പോഴും കാണണം. നിങ്ങളുടെ പേഴ്സിനകത്തൊരു 10 വചനം കാണണം. ഏത് ദുരന്തം വന്നാലും ദുഃഖം വന്നാലും ആ 10 വചനം കാത്തു പാലിക്കും. ഒരു 10 വചനം എഴുതി നമ്മൾ നമ്മുടെ ബാഗിനകത്ത് വെച്ചേക്കണം. എല്ലാവരും കൂടെ മിണ്ടാതിരിക്കാതെ തീരുമാനം. ഇതിപ്പോൾ മഴയൊക്കെ അല്ലേ, അവധിയൊക്കെ അല്ലേ, എഴുതണം 10 വചനം. ഹൃദയത്തിന് ആഴത്തിൽ പറഞ്ഞ ഒരു 10 വചനങ്ങൾ എഴുതി വെച്ചാൽ അത് കാണാതെ പഠിക്കുകയും ചെയ്യണം. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. കാണുന്നവരോടൊക്കെ ആ വചനം കൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ദൈവങ്ങൾ ഓർത്തു, നമ്മൾ ചില ലാഭങ്ങളെന്ന് വിചാരിക്കും നമ്മൾ നശിപ്പിച്ച് കളയും. ചില നേട്ടങ്ങളെന്ന് വിചാരിക്കും നമ്മൾ കൊല്ലും, നശിപ്പിക്കും, മോഷ്ടിക്കും. എത്രയോ ജീവിതങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട് മക്കളെ, എത്രയോ ജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത്, കർത്താവിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ എത്രയോ ജീവിതങ്ങൾ അവൻ കൊല്ലും. പിശാചിൻ്റെ കൂടെ നീ കൂടിയ പിശാച് നിന്നെ കൊല്ലും, പിശാച് നിന്നെ നശിപ്പിക്കും. പിശാച് നിനക്കുള്ളതെല്ലാം മോഷ്ടിച്ചെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങൾ വന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു പുത്തൻ അഭിഷേകം കർത്താവ്, ഒരു പുതിയ ബലം കർത്താവ് നൽകട്ടെ, ഒരു പുതിയ അരൂപി കർത്താവ് നൽകട്ടെ. ഇരുകരങ്ങൾ കർത്താവേ, അത്ഭുത അഭിഷേകങ്ങൾ കൊടുക്കണമേ, അത്ഭുത വിടുതലുകൾ നൽകണമേ, അത്ഭുതകരമേ. അകന്നു പോകട്ടെ, പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. രക്ഷയുടെ അനുഭവത്തിൽ ദുഃഖങ്ങളും നിരാശകളും കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ